ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക, സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ തൊട്ട് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ടാബിൽ നിങ്ങൾ കയറിയിട്ട് ഓരോ ഓപ്ഷനിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കറക്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റും അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ ജസ്റ്റ് polyadmission.org നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് അതിൽ കാണുന്ന ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ ചെക്ക് യുവർ റാങ്ക് എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. തൊട്ട് മൂന്നാമതായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സിൻ്റെ അലോട്ട്മെൻറ്റ് എന്നായിരിക്കും. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഓരോ കോളേജിലെയും ഇതുവരെ അലോട്ട്മെൻറ്റിന് എടുത്തിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് സ്കോറും ലാസ്റ്റ് റാങ്കും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുൻപ് നിങ്ങൾ ആ ഒരു സെക്യൂർ അലോട്ട്മെൻറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് സ്ട്രീം 1 ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കോഴ്സസിന് ആളുകൾ എടുത്തിട്ടുള്ള ആ ഒരു ഇതായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. പിന്നെ സ്ട്രീം 2 എന്ന് പറയുന്ന ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസിൽ വരുന്ന ആ ഒരു അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരേണ്ട. നിങ്ങൾ ഭൂരിഭാഗം പേരും ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിലേക്കായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വരുന്നത് ഇത് കണക്കാണെങ്കിൽ നോ സെലക്ഷൻ ഇൻ ദിസ് അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല.